വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ പറഞ്ഞത് താൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും വി ഡി സതീശൻ വിജയിച്ചു കയറിയാൽ എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ അങ്ങനെയുള്ള വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. വി ഡി സതീശൻ പറയുന്നത് പോലെ മുന്നണി നേടിയിരുന്നു എങ്കിൽ 100 സീറ്റുകൾ നേടിയാൽ താൻ പദവി ഒഴിയും, 98 സീറ്റ് നേടിയാൽ പോലും താൻ പദവി ഒഴിയും എന്ന് പറഞ്ഞ സാമുദായിക നേതാക്കൾ, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കൾ, അവരുടെയൊക്കെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ജനം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഒപ്പം നിന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് വി ഡി സതീശൻ എന്ന പേരിനപ്പുറത്തേക്ക് പോയാൽ അത് കനത്ത തിരിച്ചടിക്ക് വഴിവെച്ചേക്കാം എന്ന സൂചന. പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ തീർച്ചയായും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമാകും. ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പ്രതീക്ഷിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചേക്കില്ല എന്ന് സംശയമുണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ ഒപ്പം ഘടകകക്ഷികളുടെ കൂടി നിലപാടറിഞ്ഞ ശേഷം, മുതിർന്ന നേതാക്കളുടെ കൂടി നിലപാടറിഞ്ഞ ശേഷം ആണ് ഇതിൽ നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡ് കൈക്കൊണ്ടത്. അങ്ങനെയാണ് വി ഡി സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത് എന്നത് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ സത്യപ്രതിജ്ഞാ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നതായിരുന്നു വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഈ യോഗത്തിൽ പങ്കെടുത്തേക്കില്ല എന്ന സൂചനയാണ് വരുന്നത്. അപ്പോൾ നിലപാട് കടുപ്പിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല എന്നതാണ്. മന്ത്രിസഭയിലേക്കില്ല എന്നുകൂടി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഘടകകക്ഷികളുടെ പ്രതികരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ലീഗിന്റെ പ്രതികരണം അതിൽ പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ആദ്യം വി ഡി സതീശന് വേണ്ടി നിലപാട് സ്വീകരിച്ചത് തീർച്ചയായും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ജനവികാരം വി ഡി സതീശന് ലഭിച്ച അംഗീകാരമാണ് എന്ന് പറയുന്നു. പിന്നീട് തീരുമാനം വൈകിയതിൽ കടുത്ത അതൃപ്തിയിലേക്ക് പോകുന്നു. അതിന് ഇടയിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിലടക്കം നേരിട്ട് പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് പോയ ലീഗ് ഒരു പക്ഷേ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടാകാം. ഇതാ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ലീഗിന്റെ നിലപാട് എന്താണ്? ലീഗിന്റെ പ്രതികരണം എന്താണ്? വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷമുള്ള ലീഗിന്റെ പ്രതികരണം എന്താണ്?